രാവിലെ പൊന്നും കുഞ്ഞമ്മയും കൂടെ പോവുകയാണ്. അവർക്ക് രാവിലെ അമ്പലത്തിൽ പോകണം. പോയിട്ട് നേരെ വീട്ടിൽ പോകണം. പൊന്നു കോട്ടയം, കുഞ്ഞമ്മ ഈരാറ്റുപേട്ടയിലും വേണ്ടിയിരിക്കും നിൽക്കുന്നത്. നാരായണിയേ, കുഞ്ഞമ്മ പോവാ എണീറ്റേ. ഷാമ്പൂയൊക്കെ ഉണ്ട്. എന്നാ ഡീസൻ്റാന്ന് നോക്കിയാൽ അവള് രാവിലെ എണീറ്റ് ടി വിയും വെച്ച് അലമ്പുണ്ടാക്കി ടി വി ഓഫ് ചെയ്യിപ്പിച്ച്. ഇല്ല, അങ്ങനെ അങ്ങ് തുടങ്ങിയാൽ അങ്ങനെ എണീറ്റ് ഒട്ടനെ അങ്ങ് ടി വി കാണണോ? ആ, നീ പേട്ടയ്ക്ക് വരണ്ട. രാവിലെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുണ്ട്. മറ്റേ സാധാരണ വ്ളോഗിനകത്തൊക്കെ കാണുന്ന പോലെ ഇതല്ല. പൊന്നു ലിപ്സ്റ്റിക് ഇട്ടപ്പോൾ എൻ്റെ ഷെയ്ഡ് അറിയാൻ വേണ്ടി, ഏത് ഷെയ്ഡ് നല്ല ഷെയ്ഡാണോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഇട്ട് നോക്കിയതാണ്. അല്ലേ വ്ളോഗിനകത്തൊക്കെ കാണുന്ന രാവിലെ എണീറ്റ് വരുമ്പോഴേ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കൂലേ. അയ്യോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. എന്താ പറയാ, വള്ളികൾ. പ്രിയമുള്ളൊരാരോ വരുവാ ഞാൻ ഇങ്ങോട്ടേ പോണേ. അരുണേ, അരുണേ, അവര് പോകാൻ ഇറങ്ങുക. മേളിൽ നിന്ന് താഴെ ആരാ പാട്ട് പാടുന്ന ഇവിടെ? ക്ലിപ്പൊക്കെ കൊണ്ടോ, വെട്ടിക്കെട്ട് സാധനമൊക്കെ അതൊക്കെ ക്ലിപ്പിന്റെ അല്ലേ? 100? എന്നിട്ട് എന്നോട് പറഞ്ഞു 150. അല്ല, അത് വേറെ 150 250 ഒക്കെ ഉണ്ട്. ചേച്ചി ഒന്ന് വരണോ? ചേച്ചി ഒന്ന് കളക്ഷൻ ഒന്ന് കാണണം. ഓ പിന്നല്ല, വീട്ടിലൊരു മരുമോളും കൂടെ വന്നു കഴിഞ്ഞാൽ തീർന്നു. അമ്മായിമ്മ മരുമോളും കൂടെ മിക്കവാറും തകർക്കും. ഫോൺ എടുത്ത രണ്ടുപേരും. അതങ്ങനെ വരുള്ളൂ. ആഗ്രഹം എന്നല്ല, ഇപ്പോഴത്തെ പിള്ളേരെല്ലാം മികച്ച നിൽക്കുന്നത്. ചേട്ടാ അയ്യോ, നീ കണ്ട ഏറുമാടം കേറി? കണ്ട രാവിലെ എല്ലാം കണ്ടുപോയി. അതാ ഏറുമാടം. ആ, പിന്നെ അങ്ങനെ ഉറങ്ങണ്ട മിടുക്കൻ. അവള് നേരെ പോവാന്ന്. നീ എന്നാ പിന്നെ നാളെ പേട്ടയിൽ നിന്ന് പോയാ പോരായിരുന്നോ? അവന് മനസ്സിലായി. മങ്ങല് ആരിവനോ? മോനെ, ഇനി ഈ ചേച്ചിനെ 5 വർഷം കഴിഞ്ഞ് എന്റെ മോൻ കാണത്തുള്ളൂ കേട്ടോ. ഇതാണ് ഞാൻ. അന്ന് മോന് മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടാവും. ഏതാടി? ആ, അത് മാറ്റി. അയ്യോ മാറ്റേ, ശ്യാമള സ്ഥിരം വീഴുന്ന സ്ഥലം അത്. കേട്ടോ, എന്നാ പറ്റി? രാവിലെ നടക്കാൻ വലിയ പ്രശ്നമുണ്ടോ രണ്ടുപേർക്കും? ഓക്കെ, ബൈ. എല്ലാം എടുത്തല്ലോ അല്ലേ? ആ, ഇങ്ങനെ ഭയങ്കരമായിട്ട് വിശക്കുന്നു രാവിലെ. അവരാണെങ്കിൽ അമ്പലത്തിൽ പോകേണ്ടതുകൊണ്ട് ഒന്നും കഴിച്ചില്ല. ഒന്നും വേണ്ടാന്ന്, ഒരു പച്ചവെള്ളം പോലും കുടിക്കാതെ അമ്പലത്തിൽ പോകുന്നേ. എന്നാ ജയമ്മയ്ക്ക്? ഇന്നലെ നല്ല കിടില മഴയായിരുന്നു. അതുകൊണ്ട് കിണറ്റിൽ വെള്ളമായി. മറ്റേ കിണറ്റിലങ്ങ് വെള്ളം താഴെ പോയായിരുന്നു. ഇച്ചിരി കലങ്ങിയൊക്കെ ആയിരുന്നു വന്നോണ്ടിരുന്നത്. അത് ശരിയാക്കി രാവിലെ ടാങ്ക് കഴുകി
മോട്ടർ അടിച്ചു. ഇനിയിപ്പം വെള്ളത്തിന് വലിയ പ്രശ്നമില്ല. ഉറവയായി സൈഡിൽ കൂടെ എല്ലാം. ഇത്രയും മഴ പെയ്താലും ഉറവ് വരത്തുള്ളൂ. വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കുഴപ്പമില്ല. ഇനിയിപ്പം വെള്ളം കയറിക്കോളും. പക്ഷെ ഉറവയൊന്ന് വായി കിട്ടാൻ ഭയങ്കര പാടാണ്. ഇത്ര മഴ പെയ്തിട്ട് ഇന്നലത്തെ മഴയാണ് ഏറ്റത്. ഇന്നലെ നല്ല മഴയില്ലായിരുന്നു. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, അങ്ങോട്ട് പോയി. ഇവിടെ പാസ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു. കൊടും മഴ. ഇതുവരെ കണ്ടിട്ടുള്ള ഇത് ഏറ്റവും വലിയ മഴയായിരുന്നു ഇന്നലെ. അങ്ങനെ വെള്ളമായി കിണറ്റി. എനിക്ക് പോകണല്ലോ, അതുകൊണ്ടില്ല. അപ്പോഴേ ചില്ലറ മേടിച്ചിട്ട് ഇങ്ങോട്ട് നോക്കി. ആ ഡ്രസ്സൊന്നും ഞാൻ കാണണ്ട. എന്താ പറ്റിയ ഇങ്ങോട്ട് നോക്ക്. ശരി നോക്കണ്ട. ഇത് കൊള്ളാം. ഇത് വയനാട്ടിൽ നിന്ന് എടുത്തത്. ഏത് കടയെന്നാ? യെസ് ഭാരതോ? യെസ് ഭാരത് എന്ന് പറഞ്ഞാൽ നോ ഭാരത് ഉണ്ടെന്നേരം. അവിടുത്തെ ഡ്രസ്സൊക്കെ അത് കൊള്ളാം അല്ലേ? വെറൈറ്റി സാധനങ്ങളൊക്കെ വയനാട് ചെന്നാൽ കിട്ടുവേ. ഞാൻ അവിടുത്തെ തുണിക്കടയുടെ ഒക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ ഡിസ്പ്ലേ കിട്ടേക്കുന്ന ഡ്രസ്സൊക്കെ കണ്ടിട്ട് തീർന്നോ സൗണ്ട്? മഴയ്ക്ക് മുന്നേ വന്നേക്കണം പറഞ്ഞേക്കുക. കുട എടുത്തോ? ആ, മഴയ്ക്ക് മുന്നേ ഇങ്ങനെ പോന്നേക്കണം. ഫോൺ എടുത്തോ? ഇതെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. അവർ ചില്ലറ തരുപടി. കൂട്ടിക്കേ വരെയല്ലേ 15 രൂപ. പിന്നെ അവിടെ വിചാരം ബസ്സുകാർ കൊടുക്കല്ലോ. അവളെ ഡാൻസ് പ്രാക്ടീസിന് പോയതാ. ആ, അത് തന്നെ. അയ്യപ്പ, നീ പെട്ടെന്ന് വരുമോ? പിന്നെ വെള്ളം ഞാൻ ഓഫ് ചെയ്തു കേട്ടോ, നടന്നിട്ട്. ഇതാണ് നാരായണ പഠിച്ചു ടോപ്പ്. ഉണ്ടോ? ശക്തിയാ നടഞ്ഞവിടെ. അത് നേരിട്ട് അങ്ങോട്ടാക്കത്തില്ലെന്ന് ഞാൻ ചോദിച്ചേ. അയ്യോ, ഇവിടെ വന്നിട്ട് വേണോ സംഘത്തിന് പോകാൻ? അങ്ങനില്ല. നാരായണ കഴിഞ്ഞ നാരായണ സാധനം കൊടുത്തിട്ട് പോരായിരുന്നല്ലോ. സംഘത്തിന് അറിയിട്ട് സാധനമില്ല. വന്നിട്ട് പോയാൽ മതി. ഇതിലേ പോയാൽ പോരെ. ഏയ് വയ്യ പ്ലീസ് ഒന്ന് എടുത്തു. ചേട്ടാ ഇത് ഓരോ കീച്ച് പറയുമ്പോൾ ഞാൻ തിരിഞ്ഞില്ലേ? എവിടെയാ ഇരിക്കുന്നത്? അത് ജയചാച്ചിയുടെ ഇതെന്താ മീനാ ബന്ധം? നീ ഇത് താഴെ പോകുന്നുണ്ടോ? എടീ, നീ തിന്നാതിരുന്നിട്ട് അത് പോകുന്ന കണ്ടോ? ദേഹത്തോട്ടൊക്കെ വീഴുന്നു. ഒരു പാത്രം തരുന്നില്ല. വേണം തിന്നോ? പെട്ടെന്ന് കഴിക്കണേ, അത് പോന്നടി. ഞാൻ കഴിക്കാം. ഹലോ, കുഞ്ഞമ്മയും അവളും കൂടെ ഈ വണ്ടികളുണ്ടായിരുന്നു. ഞാൻ കണ്ടുപോലുമില്ല.
സത്യത്തിൽ ഞാൻ അപ്പുറത്ത് ഇറങ്ങേണ്ടതാണ്. ഞാനെൻ്റെ വെളിവില്ലാതെ ഇപ്പുറത്ത് ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടക്കുക. ഒരു പണിയില്ല. ഈ വെയിലത്ത് എനിക്കിത് എന്തിൻ്റെ കേടാണോ? കുറേ വെയിറ്റ് ഇഷ്യൂ ഉണ്ട്, അവിടെ ഇറങ്ങിയാൽ മതിയായിരുന്നു. ചാച്ചൻ ജോലി ചെയ്യുന്ന സ്ഥലം. ഇതെന്നാ ഇതെന്നാ ഇതിനാ വയ്ക്കുന്നത്? ശ്വാസം വേണ്ടേ ചേച്ചാ? എൻ്റെ ഇതായിരുന്നോ? ഇതന്നെ ലൈറ്റ് തന്നാ. പിന്നെ ഇതാണ് കേട്ടോ. ചാരി കഴിഞ്ഞാൽ ഇരുട്ടല്ലേ. എന്നാ തലവേദനയോ പ്രഷറ് പിന്നെന്നാ തലകറക്കം? അതെന്തോ കാര്യം? വാ പിന്നെ ഇങ്ങ് വാ, എൻ്റെ കൂടെ വാ. എപ്പോഴാണെങ്കിലും കൊണ്ടുപോകല്ലോ. എടുത്ത് വെച്ചു. അപ്പൊ ഞാൻ എടുത്ത് വെച്ചെന്താ? അത് മതി. അപ്പൊ എന്താ പോയി കാണും. കണ്ടേകളായി. ആ ഞാൻ പൊക്കോട്ടെ. ഫോണിനകത്തുണ്ടോ? എൻ്റെ ഫോണെന്തി? ഫോൺ അവിടെ ഇരിപ്പുണ്ടോ വെച്ചാ? ഇതാണോ? ആ ഇത് സംഘത്തിൻ്റെ അതേതാ? ഞാൻ കരിയാപ്പിലിൻ്റെ അത് ഞാൻ അത് വെച്ചു. പോവാണേ. എന്തെങ്കിലും കൊണ്ടെടുക്കാം. ഇല്ലല്ലോ. വരുന്നെങ്കിൽ വരുവാണെങ്കിൽ അല്ലെ നാളെ വരുവാണെങ്കിൽ ആശുപത്രി കൊണ്ടുപോകാം കേട്ടോ. പോവാച്ചാ? ഞാൻ പോട്ടെ. പൗഡർ ഉണ്ടോ മുഖത്ത് ഒത്തിരി? പിന്നെ കൊലയൊക്കെ തീരാറായി വരുന്നു. നല്ലപോലെ പഴുത്തങ്ങ്. ശാമ്പവി ടി വി കാണിച്ചു. ഉച്ച കഴിഞ്ഞ് ഓരോ ചെറിയ പണിയുണ്ടായിരുന്നു. ഇപ്പോഴാണ് കഴിഞ്ഞത്. പൈകേന്ന് പൊൻകുന്നത്തുനിന്ന് മുണ്ടക്കയം ബസ്. ചിലപ്പോഴാണെങ്കിൽ പൈക നേരിട്ട് വീട്ടിൽ കിട്ടണ്ട. പക്ഷേ ഇത് ഞായറാഴ്ച ആയതുകൊണ്ട് ബസ് കുറവാണ് തോന്നുന്നു. അല്ല,
വാ. അല്ലെന്നേ അറിയത്തില്ല. ഓ ഓട്ടോയ്ക്കൊന്നും വരാൻ വഴിയില്ല. വാ. ഇതെന്നാ ഈ കയ്യേലും ചേർത്തൊക്കെ പോണം. വെള്ളം കുടിച്ചിട്ട് നോക്കും. ഞാൻ പറഞ്ഞല്ലേ നേരത്തെ വരണമെന്ന്. 4 മണി നല്ല 3:45 ആകുമ്പോൾ ഇവിടെ എത്തണമെന്ന് ഞാൻ പറഞ്ഞതാണോ? പക്കവട കാല് അവക്കറിയാവോ? തീർന്നു, ഇതിന്റെ കപ്പാസിറ്റി തീർന്നു. നിനക്കൊന്നും ഇപ്പൊ നടന്നു വരാൻ വയ്യടി. ഓട്ടോയ്ക്കാണോ? അമ്മയെ പറഞ്ഞിട്ടെ എന്നാ പറഞ്ഞു വിട്ടെ. ഇതെന്നാ ഇത്? എനിക്കറിയത്തില്ല. ബാത്റൂം തുറന്നിട്ടെ. ആ ലൈറ്റിന്റെ കളർ മാറ്റി. മഞ്ഞയല്ലായിരുന്നോ? വെള്ളയാക്കി. അപ്പൊ പടം വെക്കുന്നില്ലേ? മാറ്റി. ഇവിടെ അടുക്കള. ഇന്നത്തെ മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ചാറി വരുന്നുണ്ട്. നാരായണി ഓട്ടോയ്ക്ക് പറഞ്ഞു വിട്ടിട്ട് ഞാൻ കുടുംബശ്രീയും കഴിഞ്ഞ് കയറി പോകുന്നതേ ഉള്ളൂ. അമ്മേ മടുത്ത് രാവിലെ ഇറങ്ങിയാണ്. അവനാ കഴിച്ചോണ്ടിരുന്നാലും ഞാൻ വരുന്നത് ഇവിടുന്നേ മനസ്സിലാക്കി കേട്ടോ. ഒരു കുരയൊക്കെ അങ്ങനെ ചെയ്ത്. അമ്മ വണ്ടി ഓടിക്കുന്നുണ്ട്. അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. കുളിപ്പിച്ചില്ലേ? ഞാനിപ്പോഴാണ് വിളിച്ചത്. അമ്മ എപ്പോഴാ പോയതേന്? അമ്മ രാവിലെ പോയല്ലേ? കുളിപ്പിച്ചിട്ട് പോണം. എനിക്ക് ഇവിടെ പണിയുണ്ടായിരുന്നു. മീനക്കാരാണ്. ഫസ്റ്റ്